സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, ദൈവത്തിന്റെ മക്കളെന്ന് പറയപ്പെടുന്നവർ യഥാർത്ഥമായിട്ടും നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ലാതെ സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നതായ ദൈവത്തിന്റെ വചനം നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ? അനേകം ആളുകളുടെ വിശ്വാസം നാമമാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന ആളുകളും ചില ആചാരങ്ങളും പദ്ധതികളും ഒക്കെ ജീവിതത്തിൽ ആചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയുന്നു. അത് അവർ പഠിച്ചു വച്ചിരിക്കുന്നതാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ഉള്ളത്തിൽ നിന്ന് വരുന്നത് അല്ല. കർത്താവേ, കർത്താവേ, യേശുവേ, യേശുവേ, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, കർത്താവേ, കർത്താവേ എന്നുള്ള വാക്കുകൾ ഉരുവിടുകയല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളത്തിൽ നിന്ന് വരുന്നതല്ല. അനേകം ആളുകളും അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുൻപിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതായിട്ട് ആലയത്തിൽ വരുന്നതായ സമയത്ത് മുഖം നീട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾ മുഖം നീട്ടിയിരിക്കുന്നത് ഭക്തിയാണെന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. മുഖത്ത് ഭക്തിയുടെ ഭാവം കാണിക്കുന്നതല്ല യഥാർത്ഥത. ആചാരഭക്തി, അലങ്കാരത്തിനുള്ള ഭക്തി, വേഷഭൂഷാദികൾ കൊണ്ട് നിറഞ്ഞതായ ഭക്തി യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ഭക്തിയല്ല. അനേകം ആളുകളുടെ വിശ്വാസം അവരുടെ സംസാരത്തിൽ കൂടി, അതുപോലെ അവരുടെ വേഷഭൂഷാദികളിൽ കൂടി, അവരുടെ രീതികളിൽ കൂടി കാണിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഭക്തി യഥാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭക്തിയാണ്. അന്തരംഗം ശുദ്ധിയുള്ളതായിരിക്കണം. അന്തരംഗം ശുദ്ധിയാകണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ലോകത്തിലെ ഒരു മന്ത്രവും ഒരു മായയും ഒന്നും ഉപയോഗപ്രദമാകില്ല. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം വിലയായിട്ട് നൽകുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായത്. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് ശുദ്ധീകരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ, അത് അനുഭവിക്കുന്നവർ ഒരു പുതിയ ജീവിതത്തെ കരസ്ഥമാക്കാനിടയാകും. വെറുതെ പേരുകൾ മാറ്റുക, വെറുതെ വേഷധാരണങ്ങൾ മാറ്റുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വ്യർത്ഥമായിട്ടുള്ളതായ, പ്രയോജനകരമില്ലാത്തതായ കാര്യങ്ങളാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ വേഷങ്ങൾ മാറാൻ പറഞ്ഞില്ല, പേരുകൾ മാറാൻ വേണ്ടി പറഞ്ഞില്ല, ഉടനെ പോയി സ്നാനപ്പെടാൻ പറഞ്ഞില്ല. ആ കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നാണ്. മനസ്സ് മാറേണ്ടതാണ്. നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ, ഹൃദയമെന്ന് പറയുമ്പോൾ, അത് എല്ലാറ്റിനേക്കാളും ദോഷമുള്ളതാണ്. അത് വ്യാധി പിടിച്ചതാകുന്നു. അതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആരാണ്? ഹൃദയം എവിടെയാണുള്ളത്? എവിടെയുണ്ടെന്ന് നാം പറയും. മനസ്സെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പഠിച്ചതായ ആളുകൾ പറയാറുണ്ട്, മനസ്സെവിടെയാണ് ഇരിക്കുന്നത്? ഈ ഇരിക്കുന്നത് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമാണ്. എവിടെയാണ് നമ്മുടെ തലച്ചോറായിരിക്കുന്നത്? അങ്ങനെയാണ് നാം ചിന്തിക്കുന്നതെന്ന് പറയും. അത് തലച്ചോറാണല്ലോ, നമ്മുടെ മനസ്സെങ്ങനെയാകും? എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മനസ്സുണ്ട്. എന്നാൽ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടോ ഇല്ലയോ? മനസ്സുണ്ടോ ഇല്ലയോ? നല്ല ബിരിയാണി വെച്ച് കൊടുക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ മനസ്സിന് നല്ല സുഖമില്ല. നിങ്ങൾക്ക് എന്ത് ക്ഷീണമാണുള്ളത്? നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, പനിയില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് സുഖമില്ലാത്തത്? നമ്മുടെ മനസ്സിന് സുഖമില്ല എന്ന് പറയും. നമുക്ക് മനസ്സുണ്ട് എന്നത് സത്യമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. നമ്മുടെ ആലോചനകൾ, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ വ്യക്തിത്വം നമ്മുടെ മനസ്സിലാണുള്ളത്. അവിടെയാണ് മാറ്റമുണ്ടാകേണ്ടത്. അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകണം. അവിടെ യേശുക്രിസ്തു ആ മനസ്സിലേക്ക് കടന്നു വരണം. പാപി തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഒരേ ഒരു മരുന്ന് മാത്രമാണുള്ളത്. ഒരു വ്യക്തിക്ക് തൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് പശ്ചാത്തപിക്കണം. പശ്ചാത്താപം, അനുതാപം എന്ന് പറയുമ്പോൾ റിപ്പൻഡൻസ് എന്നാണ് പറയുന്നത്. റിപ്പൻഡ് എന്ന് പറഞ്ഞാൽ ടേൺ ബാക്ക്. നീ നിന്റെ ഇഷ്ടപ്രകാരം പാപത്തിന്റെ വഴിയിൽ കൂടി മുൻപോട്ട് പോകുന്നു. എന്നാൽ യേശുക്രിസ്തു ആ സ്നേഹത്താൽ നിന്റെ പിന്നാലെ വരികയാണ്, നിന്നെ വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ദ്രോഹികളായിരിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. അവിശ്വാസികളായിരിക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളെ വിടുവിക്കും. ഞാൻ നിങ്ങൾക്ക് സൗഖ്യം നൽകും. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും. ഞാൻ നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു. എന്നാൽ നാം കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നില്ല. കാരണം എന്താണെന്നാൽ നാം എതിരായിട്ടുള്ള മാർഗത്തിൽ കൂടി കർത്താവിനെതിരായിട്ട് നീങ്ങുകയാണ്.
മനുഷ്യന് ഒരു വഴി ചൊവ്വുള്ളതായി തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ഇപ്പോഴുള്ള പുതിയ തലമുറ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരം, എൻ്റെ സമയം, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കാര്യമാണിത്. എനിക്ക് ആരെയും നോക്കണ്ട. ഒരു നിയമത്തിനും ഒരു അധികാരികൾക്കും എന്നെ തടയുവാൻ കഴിയില്ല. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പാപം ചെയ്യും. കല്യാണത്തിന് മുമ്പ് ഇഷ്ടം പോലെ ഞാൻ പാപം ചെയ്യും, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇഷ്ടം പോലെ പാപം ചെയ്യും. നീ ആരാണ് എന്നോട് ചോദിക്കാൻ? എൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ടോ? ആ ചിലർ വായു തുറന്നാൽ പിന്നെ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റേത്, എനിക്ക്, എല്ലാത്തിലും ഞാൻ എന്ന് പറയുന്നു. എന്താണ്? ഇംഗ്ലീഷിൽ ഐ എന്നുള്ള ഒരു അക്ഷരമുണ്ടല്ലോ. ഓരോ വ്യക്തികളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായ അക്ഷരം ഐ ആണ്. എല്ലാവരും ഞാൻ എന്ന് പറയും. യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ ഞാൻ മരിക്കുവാനിടയാകണം. ആ ധനവാന് നല്ല വിളവ് ലഭിക്കാനിടയായി. വിളവ് ലഭിച്ച ധനവാൻ എന്താണ് പറയുന്നത്? എനിക്ക് നല്ല വിളവ് ലഭിച്ചിരിക്കുന്നു, ഞാനിപ്പോൾ എന്തു ചെയ്യും? എൻ്റെ കളപ്പുരകൾ അഴിച്ച് വലിയ കളപ്പുരകളാക്കി അതിലെല്ലാം എൻ്റെ ധാന്യം നിറച്ച് എന്നിട്ട് സുഖമായിരുന്ന് എൻ്റെ മനസ്സെ തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക എന്ന് ഞാൻ പറയും. എൻ്റെ വിളയാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ വസ്തുവാണ്, എൻ്റെ പണമാണ്, എൻ്റെ ഇഷ്ടം, എൻ്റെ ഇത് പാപത്തിൻ്റെ ഒരു പര്യായ പദമാണ്. ഞാനെന്ന അഹംഭാവത്തിൽ നിന്നാണ് പാപമുണ്ടായത്. ആ ഗർവത്തിൽ നിന്നാണ് പാപം ഉണ്ടായത്. ഇന്ന് എത്രയോ ആളുകൾ സ്വാർത്ഥതയാൽ നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമായിട്ട് ചെയ്യുന്നുണ്ട്. ദൈവം പറഞ്ഞു, മൂഢ, ഇന്നു രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ആരുടേതാകും? എപ്പോഴും നീ എൻ്റേതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ മരിച്ചു പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രായമുള്ള അപ്പച്ചനോ അമ്മച്ചിയോ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയെന്നിരിക്കട്ടെ, അവരുടെ ജീവിതകാലം അത്രയും എൻ്റെ വടി, എൻ്റെ കണ്ണട, എൻ്റെ ചെരുപ്പ്, എൻ്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞാണ് അവർ ജീവിച്ചത്. എന്നാൽ ഇപ്പോഴെന്താണ് പറയുന്നത്? എൻ്റേതെന്ന് പറയുമോ? എൻ്റേതെന്ന് പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? അവരുണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ച കണ്ണടയും ആ വടിയും ആ താക്കോൽക്കൂട്ടവും ആ ചെരുപ്പും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. നമ്മൾ നഗ്നരായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു, നഗ്നരായിട്ട് തന്നെ മടങ്ങി പോകും. ഈ ലോകത്തിലുള്ള മനുഷ്യർ എന്തൊക്കെയോ ഈ ലോകത്തിൽ സമ്പാദിച്ചു കൂട്ടണമെന്നും തൻ്റെതായി എന്തൊക്കെയോ ചെയ്യണമെന്നും ആലോചിക്കുകയാണ്. തൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാനാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നുള്ളതായ ആശയോടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞു, ഞാനല്ല, ഇനി ക്രിസ്തുവത്രേ, ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഞാൻ ചാവണം, ക്രിസ്തു എന്നിൽ ജീവിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയൂ. യേശു എന്നിൽ വസിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയൂ. എൻ്റെ കൈകൾ യേശുവിന് വേണ്ടി ഉപയോഗിക്കുന്നെന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയൂ. മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഭാര്യയെ അടിക്കുവാൻ കരമുയർത്തുന്നവർ എന്താണ് ചെയ്യുന്നത്? നോക്കുക, ഈ പുരുഷന്മാർ തങ്ങളുടെ ശക്തിയെല്ലാം ആരുടെ മേലാണ് കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വെളിയിൽ പോയി ആരോടെങ്കിലും തല്ലുകൂടിക്കൂടെ? അത് പേടിയാണ്. ആ ഭാര്യയുണ്ടല്ലോ, അതുകൊണ്ട് ഭാര്യയുടെ പുറത്തിനിട്ട് ഠും ഠും എന്നിടിക്കാം. നിന്റെ ഭാര്യയെ നീ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കുക. നിന്റെ ഭാര്യ നിനക്ക് തക്കതായ തുണയായിട്ടാണ് തന്നിരിക്കുന്നത്. അവൾ ബലഹീന പാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനത്തോടെ കുടുംബജീവിതം നയിക്കുക. നിന്റെ ഭാര്യയെ നീ നിന്റെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. നിന്റെ ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവളെ നിനക്ക് തല്ലണമെന്ന് തോന്നിയാൽ നിന്നെ തന്നെ തല്ലുക. നിന്റെ ശരീരവും അവളുടെ ശരീരം ഒന്നാണല്ലോ, നിന്നെ തന്നെ തല്ലുക. എന്താണ്? ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും, ബൈബിൾ എടുത്തുകൊണ്ട് പാട്ട് പാടാൻ പോകും, ആരാധിക്കും, അതുപോലെ യേശുവെ രക്തത്താൽ ജയം ജയം എന്ന് പറയും. എന്നാൽ മോശമായ കാര്യങ്ങളും ചെയ്യും. എന്താണ്? മോഷണം ചെയ്യും, വഞ്ചന കാണിക്കും. വെളിയിൽ പോയിട്ടല്ല മോഷ്ടിക്കുന്നത്, ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചില സഹോദരിമാർ മോഷ്ടിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് എടുത്തുകൂടെ? അങ്ങനെ ചെയ്യില്ല. ഭർത്താവ് കുളിക്കാൻ പോകുമ്പോൾ ഷർട്ടൂരി അവിടെ ഇടും, അപ്പോൾ പതിയെ പോക്കറ്റിൽ കൈയിടും. 10 നോട്ടുണ്ടെങ്കിൽ 1 നോട്ട് മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കി എടുക്കുകയില്ല. ഭർത്താവ് കുളി കഴിഞ്ഞ് വന്നിട്ട് പൈസ എടുത്ത് ഇങ്ങനെ ഓരോന്ന് എണ്ണി നോക്കുകയാണ്. എന്താണ്? 1 നോട്ട് കാണുന്നില്ല. നീ എടുത്തായിരുന്നോടി? ഏയ്, ഞാൻ കണ്ടില്ല.
ചിലർ സ്വന്തം മാതാപിതാക്കളുടെ പണമാണ് മോഷ്ടിക്കുന്നത്. തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് മോഷ്ടാവല്ല എന്ന് പറയുന്നതായ വ്യക്തി കള്ളൻ്റെ അപ്പനാണെന്നാണ് പറയുന്നത്. മാതാപിതാക്കളുടെ വസ്തുക്കൾ കവർച്ച ചെയ്യുന്ന ആളുകൾ, എത്രയോ ആളുകൾ ഇന്ന് സ്വന്തം കൈകൾ കൊണ്ട് വഞ്ചന ചെയ്യുന്നു, ചതി കാണിക്കുന്നു, മോഷണം നടത്തുന്നു, കള്ള ഒപ്പുകൾ ഇടും. ഇപ്പോൾ തന്നെ ഓർത്തുകൊള്ളുക, നിങ്ങൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ യേശുവിൻ്റെ കൈകളാണ്. നിങ്ങളുടെ കാലുകൾ യേശുവിൻ്റെ കാലുകളാണ്. നിങ്ങളുടെ കാലുകൾ കൊണ്ട് അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ പാടില്ല. ദോഷകരമായ സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ട് പാടില്ല. സിനിമാ ഹാളിലേക്ക് ഓടുന്ന കാലുകൾ എങ്ങനെ യേശുവിൻ്റെ കാലുകളായിട്ട് മാറും? അശുദ്ധമായ സ്ഥലങ്ങളിൽ ഞാൻ പോവുകയില്ല. അശുദ്ധമായ കാര്യങ്ങൾ ഞാൻ നോക്കുകയില്ല. എൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളാണ്. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ ദൃഷ്ടി അയക്കില്ല. നോക്കുക, സ്വർഗത്തിൽ പോകുവാൻ എത്ര പേർക്ക് ആശയുണ്ടെന്ന് എവിടെ പോയി ചോദിച്ചാലും എല്ലാവരും ആശയുണ്ടെന്നാണ് പറയുന്നത്. ആരും ആശയില്ല എന്ന് പറയില്ല. സത്യമാണ്, എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാനുള്ള ആശയാണുള്ളത്. ആർക്കും അഗ്നിയാൽ നിറയപ്പെട്ടതായ ആ നരകത്തിലേക്ക് പോകണമെന്നുള്ള ആശ ഇല്ല. സത്യമാണ്, നരകമെന്നത് മനുഷ്യന് വേണ്ടിയല്ല ദൈവം ഉണ്ടാക്കിയത്. നരകം സൃഷ്ടിച്ചത് പിശാചിനും അവന്റെ അനുചരന്മാർക്കും വേണ്ടി ആകുന്നു. എന്നാൽ ഇന്ന് പിശാചിനെ അനുസരിക്കുന്ന എല്ലാവരും പിശാചിനോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. പിശാചിനെ അനുസരിക്കുന്നതായ വ്യക്തികൾ, പിശാചിൻ്റെ സ്വഭാവമുള്ള ആളുകൾ, ദുഷ്ടതയും അതുപോലെ തന്നെ മോഷണവും മദ്യപാനവും, എത്രയോ ആളുകൾ ഇങ്ങനെ ഇന്ന് അശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്. ഒരു നിമിഷം ചിന്തിക്കുക, നാം എല്ലാവരും പാപികളാണ്. എന്നാൽ കഴുകപ്പെട്ടതായ പാപികളുണ്ട്, കഴുകപ്പെടാത്തതായ പാപികളുമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ ഒരു പാപി കഴുകപ്പെടുമ്പോൾ അവൻ പരിശുദ്ധനാകുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാത്തതായ വ്യക്തി പാപിയായിട്ട് തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. നീ കഴുകപ്പെട്ടതാണോ? സംസാരിക്കുന്നില്ല. കഴുകപ്പെട്ടതാണോ? എവിടെയാണ് യേശുവിൻ്റെ രക്തം കിടക്കുന്നത്? എല്ലാവർക്കും അവിടെ പോയി ചാടമെന്നാണ് പറയുന്നത്. എന്താണ് ക്രിസ്തീയ ഭക്തി? ആചാരഭക്തിയല്ല. നിന്റെ ആത്മാവിനാലും സത്യത്താലും ദൈവത്തെ ആരാധിക്കണം. നീ എവിടെയാണെങ്കിലും അവിടെ മുഴങ്കാൽ മടക്കി ഇരുന്നു കൊണ്ട് കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ അപ്പോൾ തന്നെ നിന്നെ ശുദ്ധീകരിക്കാൻ അവൻ മതിയായവനാണ്. കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതൽ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നു അറിയുന്നില്ലയോ? ദൈവരാജ്യത്തിൽ കടക്കണം, സ്വർഗത്തിലേക്ക് പോകണം, ദൈവപൈതലായി സ്വർഗത്തിൽ പോയി ജീവിക്കണം എന്നുള്ള ആശ എല്ലാവർക്കുമുണ്ട്. എന്നാൽ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നു അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, അതുപോലെ മദ്യപാനികൾ. ഒരാൾ ചോദിച്ചു, മദ്യപിക്കരുതെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? മദ്യപിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നാണോ പറയുന്നത്? മദ്യപാനത്തിൽ കൂടി മോശം കിട്ടുമെന്ന് ഒരാൾ പറയാനിടയായി. എന്നാൽ മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. ഞാൻ മദ്യപിക്കാത്തത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുമെന്ന് പറയരുത്. മദ്യപിക്കുന്നവൻ മദ്യപിച്ച് ചീത്ത വിളിക്കും, അല്ലാത്തവൻ അസൂയ കൊണ്ട് മറ്റുള്ളവർക്കെതിരായിട്ട് പ്രവർത്തിക്കും, അതുകൊണ്ട് അവനും പോകില്ല. ദുർനടപ്പുകാരും വ്യഭിചാരികളും കടക്കില്ല, കള്ളന്മാർ പോകില്ല, പിടിച്ചുപറിക്കാർ പോകില്ല. പിടിച്ചുപറിക്കാർ, എത്ര ദയനീയമായ സ്ഥിതിയാണ്. സഹോദരന്റെ പണം കവർച്ച ചെയ്യുന്ന സഹോദരൻ, മാതാപിതാക്കളുടെ പണം കവർച്ച ചെയ്യുന്നു, മക്കളുടെ പണം കവർച്ച ചെയ്യുന്നു. മനുഷ്യൻ സ്വാർത്ഥതയുള്ളവനായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്യായം പ്രവർത്തിക്കുന്നവനാരും തന്നെ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ടെന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങളുടെ മനസ്സ് പുതുക്കുക, നിങ്ങളുടെ മുൻപിൽ ഈ ലിസ്റ്റ് എഴുതി വയ്ക്കുക. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ, എത്രയോ ആളുകളുണ്ട് ഈ കാലത്ത്. കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ സ്ത്രീകളോട് സ്ത്രീകൾ, പുരുഷന്മാരോട് പുരുഷന്മാർ, യൗവനക്കാർ ലൈംഗിക കാര്യങ്ങൾക്കിടം കൊടുത്ത് പാപങ്ങൾ ചെയ്യുന്നു. അത് പാപമല്ല എന്ന് വിചാരിക്കുന്നു. വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വ്യഭിചാരികൾ ദൈവത്തിന്റെ രാജ്യം അവകാശം ആക്കുകയില്ല. നിന്റെ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഏത് ദുഷ്ട സ്വഭാവമാണെങ്കിൽ കൂടി
ഇന്ന് അനേകം യൗവനക്കാർ ശരീരം കൊണ്ടല്ല പാപം ചെയ്യുന്നത്, മനസ്സുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. അശ്ലീല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട്, മ്ലേച്ഛമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ മനസ്സുകളിൽ പാപം ചെയ്യുന്നതാണ്. ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടി ആളുകൾ സമയത്തെ ചിലവഴിക്കാറുണ്ട്. രാത്രി മുഴുവൻ ഇരുന്ന് വീഡിയോകൾ കാണുകയും അതിനുശേഷം അവരുടെ മനസ്സ് മുഴുവൻ അപകർഷതാ ബോധം കൊണ്ട് നിറയുകയും ചെയ്യുന്നു. ജാഗ്രത, അശുദ്ധമായ ദൃശ്യങ്ങൾ കാണുവാൻ പാടില്ല. നിന്റെ മുൻപിൽ അശുദ്ധമായ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ നീ അത് നോക്കുവാൻ വേണ്ടി ആഗ്രഹിക്കരുത്. നിന്റെ കണ്ണുകൾ അതിൽ നിന്ന് മറച്ചു കളയണം. നിന്റെ നോട്ടം മാറ്റണം. നിന്റെ ദേഹത്തെ ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിച്ചുകൊണ്ട്, നിന്റെ ശരീരത്തെ ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ, ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ, ഞാൻ സ്തോത്രാഴ്ച കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നരകത്തിൽ യേശുവിനെക്കുറിച്ച് കേട്ട ആളുകളായിരിക്കും കൂടുതലുള്ളത്. യേശുവിനെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. കേൾക്കാത്തവരെ സംബന്ധിച്ച് മനസാക്ഷിക്കനുസരിച്ച് ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് അവരിൽ ചിലർക്ക് ക്ഷമ ലഭിക്കും. വചനം കേൾക്കുകയും പാപം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് പാപം ചെയ്തവന് ഏറ്റവും കൂടുതൽ ശിക്ഷയുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇവ പരിശോധിക്കുകയാണെങ്കിൽ നമ്മിൽ ആർക്കും തന്നെ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത കാണുകയില്ലായിരിക്കും. എന്നാൽ എന്താണ് അടുത്ത വചനം? നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയുള്ളവരാണെങ്കിലും, നിങ്ങൾ മദ്യപാനികളാണെങ്കിലും, വ്യഭിചാരികളാണെങ്കിലും, മോഷ്ടാക്കളാണെങ്കിലും, ദുഷ്ടന്മാരാണെങ്കിലും, എങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. നിങ്ങളും ആ വകക്കാർ ആയിരുന്നു. എന്നാൽ നിങ്ങൾ കഴുകപ്പെട്ടു, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു, നീതിമാന്മാരായിട്ട് മാറി. ഈ കൂടിവരവ് അതിനാണ്, നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ ലോകത്തെ വിട്ടു പോകുമ്പോൾ സ്വർഗത്തിൽ ചേരുവാൻ വേണ്ടിയാണ് ഉണർവിന്റെ കൂട്ടായ്മകൾ, അല്ലാതെ വെറുതെ വന്ന് പാട്ടുപാടി ആരാധിച്ച് പോകുന്നതിന് വേണ്ടി അല്ല. ഈ വചനം കേൾക്കുന്ന ആരും നരകത്തിൽ പോകുവാൻ പാടില്ല. ഈ വചനം കേൾക്കുന്ന ആരും തന്നെ നിങ്ങളുടെ പാപത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പാടില്ല. നിങ്ങളെ ദുഷ്ടതയിൽ നിന്നും വിടുവിക്കുവാൻ, പാപത്തിൽ നിന്നും വിടുവിക്കുവാനായി കർത്താവിന്റെ രക്തത്തെ കഴുകുവാനായിട്ട് ആ ദൈവമായ കർത്താവ് ഇവിടെയുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും സാധനം മണ്ണിൽ വീഴുകയാണെങ്കിൽ അത് വെള്ളത്തിൽ കഴുകിയാൽ അഴുക്ക് പോകും. എന്നാൽ സ്വർണം മണ്ണിൽ നിന്ന് എടുക്കുമ്പോൾ, അതായത് മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതായ സ്വർണം, അത് ശുദ്ധിയാക്കിയെടുക്കണമെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? തീയിട്ട് ഉരുക്കിയെടുത്താണ് ശുദ്ധമായ തങ്കമാക്കിയിട്ട് അതിനെ വെളിയിൽ എടുക്കുന്നത്. അങ്ങനെയാണ് അതിനെ ശുദ്ധീകരിക്കുന്നത്. യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളെ വെറുതെ കഴുകുകയല്ല, നിങ്ങളെ വിശുദ്ധരാക്കി മാറ്റും, നിങ്ങളെ ശുദ്ധീകരിക്കുവാനിടയാകും. യോബ് പറഞ്ഞു, അവനെന്നെ ശോധന കഴിച്ചപ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരുവാനിടയായി. യേശു കർത്താവ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല പാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാനായിട്ട് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, അവയവങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പഴയ ആദാമിന്റെ സ്വഭാവം, പിതൃ പാരമ്പര്യമായിരിക്കുന്ന വ്യർത്ഥ സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ നിർദോഷിയും നിഷ്കളങ്കവുമായിരിക്കുന്നതായ കുഞ്ഞാടിന്റെ, അതായത് ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ നിങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? പിതൃപാരമ്പര്യം നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് നിന്ന് കിട്ടുന്നതായ, അതായത് ആ പഴയ ആദാമിൽ നിന്ന് കിട്ടിയതായ ആ സ്വഭാവം, ആ വീണുപോയ പഴയ ആദാമിന്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ളതായ ശക്തി നമ്മുടെ കർത്താവിനുണ്ട്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ കക്കീതിലേക്ക് തിരിഞ്ഞു പോകുന്ന നായയെ പോലെയല്ല. ഇന്നു ക്രിസ്തീയത എന്ന് പറയുമ്പോൾ അതൊരു ആചാരം മാത്രമായിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അത്രത്തോളം വിലയില്ലാത്തത്. ഇതൊരു മതമാണെന്ന് ചിന്തിക്കുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനി പാപത്തിലേക്ക് തിരിയില്ല. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ട് ഒരു സഹോദരി വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ നിനക്ക് സ്തോത്രം, എനിക്ക് ദർശനങ്ങളൊക്കെ നീ നൽകണമേ, എനിക്ക് കൃപാവരങ്ങളൊക്കെ നൽകണമേ എന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചതായ സമയത്ത് അവിടെ ഒരു നായ വരുവാനിടയായി. ആ നായ അവിടെ വന്നിട്ട് എന്നും പറഞ്ഞ് അവിടെ കക്കി വെച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞ് അത് തിന്നാനിടയായി. ഈ ദർശനമാണ് ഇവൾ കണ്ടത്. അപ്പോൾ അവൾ ചോദിച്ചു, കർത്താവേ, ഞാൻ ദർശനം കാണിക്കാൻ പറഞ്ഞപ്പോൾ ഈ ദർശനമാണോ എനിക്ക് തന്നത്? കർത്താവ് പറഞ്ഞു, അതാണ് നിന്റെ ജീവിതമെന്ന്. അതാണ് നിന്റെ ജീവിതം.
ഞാൻ പാപിയാണേ പാപിയാണേ എന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം വീണ്ടും ചെന്നിട്ട് പാപം ചെയ്യും. വീണ്ടും വന്ന് പാപിയാണേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. പിന്നെയും പോയിട്ട് അതേ പാപം തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ വിശ്വാസം എന്നത് വിസർജ്യത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതായ നായയ്ക്ക് തുല്യമാകുന്നു എന്ന്. എന്തുകൊണ്ടെന്നാൽ നായയുടെ സ്വഭാവം അതാണ്. അത് വിസർജ്യത്തിലേക്ക് തന്നെ തിരികെ പോകുന്നതായ സ്വഭാവമാണ്. അതല്ല, യേശുക്രിസ്തു നമ്മെ കഴുകുക മാത്രമല്ല, ആ സ്വഭാവത്തെ എടുത്തു മാറ്റാനിടയാകും. നമ്മിലുണ്ടായിരിക്കുന്നതായ ആ നായയുടെ സ്വഭാവം, ആ പന്നിയുടെ സ്വഭാവം, ആ നീചമായ സ്വഭാവം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനിടയാകും. അതാണ് വാസ്തവം. പാപത്തിൽ നീ ആകൃഷ്ടനാകരുത്. ഒരാൾക്ക് പന്നിയെ ഇഷ്ടപ്പെട്ട് വളർത്തുകയായിരുന്നു. ആ സമയത്ത് എപ്പോഴും അത് മാലിന്യത്തിലേക്ക് പോകുന്നു. ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന് പരാതിപ്പെട്ടപ്പോൾ പറഞ്ഞു, ഒരു ആടിന്റെ ഹൃദയം അതിനെ വെക്കുകയാണെങ്കിൽ അതിന്റെ സ്വഭാവം മാറുമെന്ന്. അങ്ങനെ സർജറി ചെയ്ത് ആടിന്റെ ഹൃദയം മാറ്റിവെച്ചു. പിന്നെ അതിനെ ചെളിയിൽ കൊണ്ടുവിട്ടാലും അത് തിരികെ വരുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ശരീരത്തിലെ അതിന്റെ കളറോ അതിന്റെ തോലോ ഒന്നുമല്ല മാറിയത്. എന്താണ് മാറിയത്? ഹൃദയമാണ് മാറിയത്. ക്രിസ്ത്യാനിയുടെ പുറമേയുള്ളതായ വേഷമോ ഭാഷയോ ഒന്നുമല്ല മാറേണ്ടത്. എന്താണ് മാറേണ്ടത്? നിന്റെ മനസ്സു മാറണം. എത്ര വലിയ മദ്യപാനിയാണെങ്കിലും, മദ്യത്തിന്റെ മണമടിക്കുന്ന സമയത്ത് തന്നെ ഓടിപ്പോയി കുടിക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശു നിന്നെ മാറ്റിയതിനു ശേഷം നിന്റെ അടുക്കൽ 100 പേരിൽ നിന്ന് മദ്യപിച്ചാലും അതിന്റെ ഗന്ധം നിന്നിലേക്ക് വരുമ്പോൾ നിനക്ക് വെറുപ്പാണ് മനസ്സിലുണ്ടാകുന്നത്. ഒരു കാലത്ത് നീ ഇഷ്ടപ്പെട്ട ഗന്ധമായിരുന്നു, എന്നാൽ ഇപ്പോൾ നീ അത് വെറുക്കുന്നു. ഒരു കാലത്ത് നീ ഇഷ്ടപ്പെട്ട പാപമായിരുന്നു, എന്നാൽ ഇപ്പോൾ നീ അത് വെറുക്കുന്നു. അങ്ങനെയുള്ള സ്വഭാവം ഇവിടെ എത്ര ആളുകൾക്കുണ്ട്? ഒരു കാലത്ത് പാപത്തെ സ്നേഹിച്ചിരുന്നതായ നാം ഇന്ന് ആ പാപത്തെ വെറുക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ആ പാപത്തിന് എതിരായിട്ട് നിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ കഴുകുക മാത്രമല്ല, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ നീതിമാന്മാരായിട്ട് മാറ്റും. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സൗജന്യമായി തന്ന രക്ഷയാണ്. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ കർത്താവിനോട് ക്ഷമയാചിക്കുമ്പോൾ അവൻ നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായിരിക്കുന്നതായ ദൈവമാകുന്നു. ഒരാൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണമെന്നും അവൻ സ്നേഹമുള്ള ദൈവമാണെന്നും പറഞ്ഞ സമയത്ത് അത് കേട്ട മറ്റൊരാളെ പറഞ്ഞു, എങ്ങനെ അത് വിശ്വസിക്കുവാൻ കഴിയും? അത് തെളിയിക്കണം. എങ്ങനെ അടയാളത്താൽ അതൊന്ന് തെളിയിച്ചു തരണമെന്ന് പറയാനിടയായി. അവൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ മറ്റേ വ്യക്തി അംഗീകരിച്ചില്ല. യേശുക്രിസ്തു ഉണ്ടെന്നുണ്ടായിരുന്ന തെളിവെന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതാണ് അതിന്റെ തെളിവെന്ന് പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്കറിയാമോ, ഞാൻ നരഭോജിയായിരുന്നതായ ഒരു മനുഷ്യനായിരുന്നു. നിന്നെപ്പോലെയുള്ള ആളുകളെ കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ച് തിന്നുമായിരുന്നു. യേശുക്രിസ്തു എൻ്റെ ജീവിതത്തെ മാറ്റിയത് കൊണ്ടാണ് നീ ഇപ്പോൾ എൻ്റെ മുൻപിൽ ജീവനോടെ നിൽക്കുന്നത്. അത് കേട്ട് അപ്പോൾ തന്നെ, അയ്യോ ശരിയാണോ, എങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്നു. മദ്യപാനികളെ അവൻ മാറ്റിയെടുക്കുന്നു. കർത്താവിൽ വിശ്വസിച്ചിരുന്ന ആളുകളെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും കൊല ചെയ്യുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ശൗൽ. ക്രിസ്ത്യാനികളെ അവൻ ഒരുപാട് പീഡിപ്പിച്ചിരുന്നു. കുതിരയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയുള്ളവൻ യേശുവിൽ വിശ്വസിച്ച ശേഷം അവനെ അടിക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ കഷ്ടത അനുഭവിക്കുന്നത് എന്റെ ഭാഗ്യമാണെന്ന് പറയുന്നത്. വേണമെങ്കിൽ അവൻ എഴുന്നേറ്റ് ആ വ്യക്തിയെ തിരിച്ചടിക്കാം. എന്നാൽ എന്താണ് മാറിയത്? അവന്റെ ജീവിതം മാറാനിടയായി. കർത്താവിനു വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് വലിയ ഭാഗ്യമാണെന്നെണ്ണി. ഈ കാലത്ത് കർത്താവിനു വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ വേണം. പേരുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്നവരെയല്ല ആവശ്യമുള്ളത്, ജീവിച്ച് കാണിക്കുന്നവരെയാണ് ഇന്ന് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ കൂടി യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും കർത്താവ് കഴുകണമെന്നും അവരെ വിശുദ്ധീകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാം പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് സമർപ്പിക്കുമോ? അവന്റെ രക്തത്താൽ കഴുകപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുമോ? ആളുകൾ പിന്നെയും ആലോചിച്ചാണ് കൈ ഉയർത്തുന്നത്. ഇപ്പോൾ പറ്റത്തില്ല, ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു 5-6 സിനിമ ഇറങ്ങാനുണ്ട്, അതുകൂടെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത വീട്ടുകാരനുമായിട്ട് ചെറിയൊരു കണക്ക് തീർക്കാനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചെറിയൊരു വഴക്കുണ്ടായത്. ഇപ്പോൾ ചെന്നിട്ട് വേണം അതിൻ്റെ ബാക്കിയൊക്കെ സംസാരിക്കാൻ. അതുപോലെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ശേഷം ജനുവരി 1-ാം തീയതി ആകുമ്പോഴത്തേന് ഞാൻ മാനസാന്തരപ്പെട്ടേക്കാം. പലരും എന്നോട് പറയാറുണ്ട്, ജനുവരി 1-ാം തീയതി ഞാൻ മാനസാന്തരപ്പെടുമെന്ന്. എന്താണ്? ജനുവരി 1-ാം തീയതി മാറിയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് മാറും. ഇതാകുന്നു പ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി നിങ്ങളുടെ സ്ഥിതിയെ, നിങ്ങളുടെ സാഹചര്യത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുകയാണെങ്കിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുവാനിടയാകും. നമ്മുടെ പാപങ്ങൾ മനുഷ്യരുടെ മുൻപിൽ നാം ഏറ്റുപറയുകയാണെങ്കിൽ അവർ നമ്മെ നിന്ദിച്ചേക്കാം. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ പറയുമ്പോൾ അവൻ നമ്മെ ആലിംഗനം ചെയ്യും.
അവൻ നമ്മെ കൂടുതൽ സ്നേഹിക്കാനിടയാകും. നമ്മുടെ പാപങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകാനിടയാകും. മാനസാന്തരപ്പെടുവാൻ വേണ്ടി നീ ആശിച്ചാൽ മതി. മനസ്സ് മാറ്റിയെടുക്കുന്നത് അതാണ്. നിന്റെ മനസ്സ് മാറുന്നതായ സമയത്ത് നിന്റെ നോട്ടവും നിന്റെ ഭാവവും നിന്റെ ജീവിതവും എല്ലാം പൂർണ്ണമായിട്ടും മാറാനിടയാകും. അതിൻ്റെ സാക്ഷ്യം ഞാൻ തന്നെയാണ്. ഞാൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെയാകില്ലായിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെയാകില്ലായിരുന്നു. എൻ്റെ ജീവിതവും എൻ്റെ മക്കളുടെ ജീവിതവും വേറെയാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു വലിയവനായതുകൊണ്ട്, അവനിൽ കവിഞ്ഞവൻ ആരുമില്ലാത്തതുകൊണ്ട്, അവനേക്കാൾ വലിയവൻ ആരുമില്ലാത്തതുകൊണ്ട്, അവൻ്റെ സുവിശേഷം അറിയിക്കുന്നതിനേക്കാൾ വലിയ പ്രവൃത്തി മറ്റൊന്നും തന്നെ ലോകത്തിലില്ലാത്തതുകൊണ്ട്, ഞാൻ വിശ്വസിച്ച് ആശ്രയിച്ച് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്നെ ബലപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നവർ ആരാണെങ്കിലും ശരി, ദൈവം അനുഗ്രഹിക്കും. ദൈവം പക്ഷാഭേദം കാണിക്കില്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അവൻ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ ഭക്തി വെളിപ്പെടണം. പകുതിയുള്ളതായ വിശ്വാസം നമുക്ക് ആവശ്യമില്ല. എഫ്രൈം തിരിച്ചിടാത്തതായ ദോശ പോലെയാകുന്നു എന്നാണ് പറയുന്നത്. ഒരു വശം വെന്തിട്ട് മറുവശം വേകാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് കഴിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകളെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു വശത്ത് ഭക്തി, മറുവശത്ത് അവർക്ക് ലോകമാണ്. എന്നാൽ യേശുക്രിസ്തു ഇന്ന് നിന്നെ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സത്യം പറയണം. എനിക്ക് യേശുവിൻ്റെ പൈതലായിട്ട് ജീവിക്കണമെന്നും യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെന്നും എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കണമെന്നും അവൻ്റെ രാജ്യത്തിന് അവകാശിയായി തീരണമെന്നും ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് ഹല്ലേലൂയ പറയുക. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഒരു വലിയ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ വേഗത്തിൽ യേശുക്രിസ്തു മേഘാരൂഢനായിട്ട് വരാൻ പോവുകയാണ്. ആ സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്. അവൻ വരുന്നതിന് മുൻപ് നീ നിന്റെ ജീവിതത്തെ മാറ്റുന്നില്ല എങ്കിൽ അയ്യോ, അത് വേദനാജനകമായ സമയമാണ്. അപ്പോൾ മാറത്തടിച്ച് നിലവിളിച്ചാലും നിന്നെ വിടുവിക്കുവാൻ ആരും കാണില്ല. അതും നിന്റെ മദ്യപാനമാണെങ്കിലും, അതും നിന്റെ വ്യഭിചാരമാണെങ്കിലും, അതും നിന്റെ ദുഷ്ടബുദ്ധിയാണെങ്കിലും, അത് നിന്റെ നീച സ്വഭാവമാണെങ്കിലും, നിന്റെ പഴയ ആദാമിന്റെ സ്വഭാവമാണെങ്കിലും, ഇന്നു തന്നെ നിന്നെ കഴുകുവാനായിട്ട്, നിന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് പകരപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ നിന്റെ പഴയ സ്വഭാവം കത്തിയമർന്നിട്ട് ഇനിയും നീ പാപം ചെയ്യാതെ, ഇനിയും നീ ജഡത്തെ സ്നേഹിക്കാതെ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായി ജീവിക്കുന്നതിനു വേണ്ടി ഒരു അത്ഭുത കാര്യം നടക്കാൻ പോകുന്നു. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മനസ്സ് തുറന്നുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ ദർശിക്കണമേ. അവരുടെ നെടുവീർപ്പുകളെ കേട്ടിട്ട്, അവരുടെ പ്രാർത്ഥനയെ നീ കേട്ടിട്ട് കർത്താവേ, അവർക്ക് നീ വിടുതൽ കൊടുക്കുമാറാകണമേ. ഇവിടെയുള്ള മദ്യപാനികളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇനിയൊരിക്കലും അവർ മദ്യപിക്കാതെ അവരുടെ സ്വഭാവത്തെ മാറ്റണമേ. ഇവിടെയുള്ള കലഹപ്രിയരെ, ഭിന്നത ഉണ്ടാക്കുന്നതായ വ്യക്തികളെ, ദുഷ്ട സ്വഭാവമുള്ളതായ വ്യക്തികളെ, വ്യഭിചാരം ചെയ്യുന്ന ശീലമുള്ള ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അവരുടെ ജീവിതത്തിലെ പാപം നിമിത്തം വരുത്തിവെച്ചതായ എയ്ഡ്സ് രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കുമാറാകണമേ അപ്പാ. അവരെ വിടുവിച്ചെടുത്തുകൊണ്ട് നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നീ സഹായിക്കണമേ അപ്പാ. ജീവിതത്തിലുള്ള അവിവേകം കാരണമായി കടബാധ്യതയിൽ പെട്ടിട്ട് ഭാരപ്പെട്ട് നിരാശയിലായിരിക്കുന്നതായ ആളുകളുടെ ജീവിതത്തിൽ അപ്പ വലിയ വിടുതൽ കൊടുക്കണമേ. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന വാഗ്ദത്തം കൊടുക്കണമേ. ആ പഴയ ആദാമിന്റെ സ്വഭാവമല്ലാതെ മാറ്റം സംഭവിച്ച് പുതിയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ ദൈവിക കൃപ എല്ലാവർക്കും കൊടുക്കുമാറാകണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ കഴുകുമാറാകണമേ അപ്പാ. ഞങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനും സ്വർഗരാജ്യത്തിന്റെ അവകാശികളെ ഞങ്ങൾ മാറുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അന്ത്യകാലത്ത് നിറവേറുവാനും പദ്ധതികൾ നടക്കുവാനും സഹായിക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്നും കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ വരവ് താമസമായിരിക്കുന്നുവെങ്കിൽ വീണ്ടും ദൈവിക കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ഒത്തുകൂടുവാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ നിത്യമായിട്ട് നിന്നോടൊപ്പം വസിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാകണമെന്ന്
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ.